നമസ്കാരം മാഷേ. നമസ്കാരം. പക്ഷേ ഈ ട്രംപിൻ്റെ കഴുകൻ കണ്ണുകൾ ഉം. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും പോയി താരിഫുകളുടെ ഒരു പെരുമഴ പെയ്ച്ച് തിക്താനുഭവമൊക്കെ അനുഭവിച്ച് ഉം. ഈ മര്യാദയ്ക്ക് അടങ്ങി കുത്തിരിക്കേണ്ട പ്രായത്തിൽ എന്ന് സിനിമ മോഹൻലാൽ പറയുന്ന പോലെ എന്താണോ നന്നാവാത്തത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ലോകം ട്രംപിനോട്. അപ്പോൾ തൊട്ടടുത്ത് ഈ അവനവനിലേക്ക് തന്നെ തിരിഞ്ഞ് അവനവൻ തന്നെ ശത്രുവാകുന്ന ഒരു അവസ്ഥയുണ്ട്. തൊട്ടു മുന്നിലുള്ള ലാറ്റിൻ അമേരിക്കയിലേക്കാണ് ഇപ്പോൾ ട്രംപ് തിരിഞ്ഞിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്ക, പ്രത്യേകിച്ച് കൊളംബിയയുടെ നേരെ കഴിഞ്ഞ 70 വർഷത്തെ മികച്ച റിലേഷൻഷിപ്പ് ഉണ്ട് കൊളംബിയയുമായിട്ട്. ചരിത്രപരമായ വലിയ ബന്ധമാണ്, സാംസ്കാരികപരമായ ബന്ധമുണ്ട് അവരുമായിട്ട്. അപ്പം കൊളംബിയയെ സംബന്ധിച്ച് നമുക്കറിയാം, കൊളംബിയ ലോകത്ത് മയക്കുമരുന്ന് കാർട്ടലുകളുടെ തലസ്ഥാനമാണ്. അപ്പോൾ മയക്കുമരുന്ന് വേട്ടയ്ക്കെതിരായിട്ട് കൊളംബിയൻ ഗവൺമെൻറ്റുമായി ചേർന്ന് ട്രംപ് ഒട്ടനവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. വിജയകരമായി നടപ്പാക്കാൻ പറ്റുന്നു എന്ന് പറയാൻ പറ്റില്ല. കൊളംബിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് ഈ പറയുന്ന ഡ്രഗ് സപ്ലൈ നടക്കുന്നത്, അതിൻ്റെ ഒരു ചെയിൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ കൊളംബിയൻ ഗവൺമെൻറ്റിൻ്റെ കടം തന്നെ വീട്ടാൻ തങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ ഡ്രഗ് കാർട്ടൽ നേതാക്കളുള്ള ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അത്രയും ശക്തമാണ് അവിടെ. അപ്പോൾ ഗുസ്താവോ പെട്രോ ഒരു ഇടതുപക്ഷ നേതാവാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് തൊട്ടു പുറകെ തന്നെ ചില അസ്വസ്ഥതകൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ മേഖലയിൽ, പ്രത്യേകിച്ച് അവിടെ ഈ ലാറ്റിൻ അമേരിക്കയിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള നിരവധി നേതാക്കളുണ്ട്, ഇടതുപക്ഷ ചിന്തയുള്ള ഒരുപിടി രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ ഒത്തുചേർന്നുകൊണ്ട് പുതിയൊരു ജിയോ പൊളിറ്റിക്കൽ ഒരു സംഘം അവിടെ രൂപം കൊള്ളുകയാണോ അമേരിക്കയുടെ മൂക്കിന് കീഴിൽ എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളൊരു പോക്ക്. മാഷ് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്? അല്ല, കൊളംബിയയെ സൃഷ്ടിച്ചതിലും കൊളംബിയയെ നിലനിർത്തിയതിലും വളർത്തിയതിലും ഒക്കെ അമേരിക്കക്ക് വലിയ പങ്കുണ്ട്. ഈ അമേരിക്കയല്ല, ട്രംപിൻ്റെ അമേരിക്കയല്ല, നല്ല അമേരിക്ക, യഥാർത്ഥ അമേരിക്കക്ക് വലിയ പങ്കുണ്ടല്ലോ. അവർ പഴയ ഇവിടുത്തെ സ്പെയിനിൻ്റെ കോളനിയാണ്. സ്പെയിൻ ലോകത്തിൽ അത്യപൂർവമായി മാത്രമേ കോളനികൾ നിലനിർത്തി. സ്പെയിനിൻ്റെ കോളനി ആയിരുന്നല്ലോ നൂറ്റാണ്ടുകളായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മാത്രമല്ല നിരന്തരമായ ദുരിതം പിടിച്ച രാജ്യമാണ് കേട്ടോ. 2 കാര്യങ്ങളിലാണ് ഈ കൊളംബിയയുടെ പ്രത്യേകത. കൊളംബിയ അനുഭവങ്ങളുടെ ഒരു വലിയ കലവറയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ലോകപ്രസിദ്ധരായ എഴുത്തുകാർ അനവധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ലോക സാഹിത്യം എന്ന് കേട്ടാൽ എൻ്റെയും റോബിൻജിയുടെയും നാക്കിൻ തുമ്പിൽ ആദ്യം വരുന്ന പേര് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ നാടാണ് കൊളംബിയ. കൊളംബിയ അനുഭവങ്ങളുടെ ഒരു കലവറയാണ് ഒന്ന്. അതുകൊണ്ട് മാത്രമല്ല, കൊളംബിയ നിരന്തരമായ ഒരു പോരാട്ടത്തിന്റെ ഭൂമിയാണ്. പോരാട്ടത്തിന്റെ ഭൂമി ആയതുകൊണ്ട് തന്നെ അവിടെ ഈ കളിക്കാരുടെ നാടാണ്. ഇപ്പൊ മലയാളം വായിക്കുന്ന എല്ലാവർക്കും ആദ്യം വരുന്ന ഒരു പേര് ഹിഗ്വിറ്റ എന്നുള്ള പേരാണ്. മാധവന്റെ വിഖ്യാതമായ കഥയാണത്. ഒരുപക്ഷെ ഹിഗ്വിറ്റയാണ് ഇങ്ങനെയും കഥ എഴുതാമെന്ന് മലയാളിയെ പഠിപ്പിച്ച ആധുനിക കാലത്ത് സമ്മർ സാൾട്ട് അടിച്ച് ഗോളാക്കിയ ഹിഗ്വിറ്റ അല്ലേ? അത് തന്നെ. ഹിഗ്വിറ്റയുടെ ഒരു ഭൂമിശാസ്ത്രവും ശരീരശാസ്ത്രവും ഒക്കെ ഉണ്ട്. പറന്ന് മാത്രമല്ല, ഹിഗ്വിറ്റക്ക് അങ്ങനെ ഒരു ജീവിയായി തീരാൻ ഹിഗ്വിറ്റക്ക് മാത്രമേ പറ്റൂ. ഗോളി എന്ന് പറയുന്നത് ഒരു ദിവ്യാത്ഭുത ജീവിയായിട്ടൊക്കെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അതിന്റെ പ്രതീകമാണ്. പിന്നീട് നമ്മൾ വിഷ്വൽ കാണാൻ തുടങ്ങി. പക്ഷെ ഞാനൊക്കെ വായിച്ചു തുടങ്ങുന്ന കാലത്ത്, ആധുനികതയുടെ കാലത്ത് ആദ്യം വന്ന കഥകളിലൊന്നാണ് ഹിഗ്വിറ്റ. പിന്നെയാണ് ഈ തിരുത്തും അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കഥകളൊക്കെ വന്നത്. ഈ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനികളൊക്കെ വന്നത്. ഞാൻ പറഞ്ഞു, NS മാധവൻ എന്നെ വിസ്മയിപ്പിച്ചൊരു കഥയാണ് ഹിഗ്വിറ്റ. അങ്ങനെയാണ് കൊളംബിയ എന്നൊരു രാജ്യമുണ്ടെന്നും അവിടെ ഫുട്ബോളിന്റെ ഒരു പറുദീസയാണെന്നും, ഫുട്ബോളാണ്, പട്ടിണി കിടന്ന് ഫുട്ബോൾ കളിക്കുന്നവരുടെ നാടാണെന്നും, അവിടെയാണ് ഈ ഗോളി എന്നൊക്കെ പറയുന്നത് കളിക്കാരെക്കാൾ വമ്പനാണെന്നൊക്കെ മനസ്സിലാക്കുന്ന. അങ്ങനെ ഞാൻ പറയുന്നത്, ഇപ്പൊ കളിയെടുത്താലും സാഹിത്യം എടുത്താലും സംഗീതം എടുത്താലും സമരമെടുത്താലും യുദ്ധമെടുത്താലും കൊളംബിയ ഒരു ഭയങ്കര ഗറില്ല വാർ എന്ന് വെച്ചാൽ ഒരു കാലത്ത് അവർ തന്നെ പരസ്പരം നടത്തി പഠിച്ചതാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ അതാ. ഗറില്ല ആഭ്യന്തര യുദ്ധത്തിന്റെ കാലം, നീണ്ട കാലം അതായിരുന്നല്ലോ. പലതരത്തിലായിരുന്നു ഗറില്ല അവിടുത്തെ യുദ്ധം. അമേരിക്കയുടെ സഹായം എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇപ്പൊ ഇവര് കൊറിയൻ യുദ്ധം ഉണ്ടായല്ലോ. കൊറിയൻ യുദ്ധത്തിൽ ലോകം 2ആയി ചേർന്നല്ലോ. ഈ ലോകം കൃത്യമായിട്ട് 2 പകത്തി ഒരു രാജ്യത്തെ വെട്ടിമുറിക്കാൻ അല്ലെങ്കിൽ കീറി മുറിക്കാൻ ലോകം മുഴുക്കൻ ചെന്നു. ഈ അഗ്രഹാരത്തിലെ കഴുതയെ പോലെ ഒരു കഴുതയെ കൊല്ലാൻ ലോകം മുഴുക്കെ ഫോളോ ചെയ്ത പോലെയാണല്ലോ. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ അന്ന് സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ. സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ UN ഐക്യരാഷ്ട്രസഭ സൗത്ത് കൊറിയയുടെ കൂടെ ചേർന്നു.
ഐക്യരാഷ്ട്രസഭ ചേർന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ അർത്ഥത്തിൽ അന്ന് അമേരിക്ക ചേർന്നു എന്നാണ്. അമേരിക്ക ചേർന്നു എന്ന് പറഞ്ഞാൽ ഈ വൻകിട രാജ്യങ്ങളൊക്കെ ചേർന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരുമിച്ച് നിന്ന സഖ്യകക്ഷികളൊക്കെ കൂടി സൗത്ത് കൊറിയയുടെ ചേർന്ന്. ഇപ്പുറത്ത് നോർത്ത് കൊറിയയുടെ കൂടെ. അപ്പൊ പിന്നെ നോക്കി നിൽക്കും, അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ട്, ചൈന ഉണ്ട്, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇപ്പുറത്തും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം വെച്ചാൽ ഒന്ന് കമ്മ്യൂണിസ്റ്റ് ലോകവും സാമ്രാജ്യത്വ ലോകവും എന്നാണ് അന്ന് പറയുക. ഇമ്പീരിയലിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള നേർക്കുനേരുള്ള പോരായി. അന്ന് സൗത്ത് കൊറിയയുടെ പക്ഷത്ത് ചേർന്നിട്ട് ഈ കമ്മ്യൂണിസത്തിനെതിരായി നിന്ന് വലിയ പോരാട്ടം നടത്തിയ ഒരു നാടാണ്. അമേരിക്കക്ക് പൈസ കൊടുക്കാനും ആയുധം കൊടുക്കാനല്ലേ പറ്റുള്ളൂ. പോരാളികൾ അവരാണ്, കൊളംബിയക്കാരാണ്. അപ്പൊ അങ്ങനെ പോരാടിയ ചരിത്രമുണ്ട്. ഈ കൊളംബിയൻ വാറിന്റെ ഒരു എനിക്ക് തോന്നുന്നു കൊളംബിയൻ വാർ, കൊറിയൻ വാർ 3 കൊല്ലം കണ്ട നിലനിന്നത്. 1950 തുടങ്ങിയിട്ട് 53 വരെ. അതായത് ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ ആണല്ലോ കൊറിയ 2 കൂട്ടരും വീതം വെക്കാൻ ലോകരാജ്യങ്ങളെ വീതം വെച്ചെടുത്തു, ചേരിതിരിഞ്ഞ്. അപ്പൊ ചില രാജ്യങ്ങൾ ഇവർ മുറിച്ചെടുക്കണം. ഇവർക്ക് ജർമ്മനി മുറിക്കണം, ഇവർക്ക് നല്ല രാജ്യങ്ങളൊക്കെ മുറിച്ചെടുക്കാൻ വാശി. അങ്ങനെയാണ് ഈ കൊറിയ ഉണ്ട്, സൗത്ത് കൊറിയ. ഇപ്പോൾ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ അങ്ങനെയുണ്ട്. പക്ഷെ പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ നോർത്ത് കൊറിയ വളരെ ദുർബലമായി, പട്ടിണി രാജ്യമായി, കഷ്ടപ്പാടായി. സൗത്ത് കൊറിയ സമ്പന്നമാവുകയും ചെയ്തു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരുമിച്ച് നിന്ന, കൊറിയൻ യുദ്ധത്തിൽ ഉൾപ്പെടെ ഒരുമിച്ച് നിന്ന വലിയൊരു പാരമ്പര്യമുണ്ട് ഈ കൊളംബിയക്ക്. അതുകൊണ്ട് ഇപ്പോൾ കൊളംബിയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ കൊളംബിയയിൽ എന്നും എനിക്ക് തോന്നുന്നില്ല കൊക്കൈൻ എന്ന് പറയുന്നത് ഒരു രാജ്യം നിയമാനുസൃതമായി നിയന്ത്രിച്ചും ഒരു രാജ്യത്തിൻ്റെ സമ്പത്താണത്. എല്ലാ രാജ്യത്തിനും ഒരുപോലെ എന്തുകൊണ്ടാണ് മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനം കൊക്കൈനാണ്. ഇപ്പോൾ നമ്മൾ കൊക്കോയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ആണ്, പല രാജ്യങ്ങളും ഉണ്ടാക്കുന്നത്. അവരുടെ കൊക്കെ വേറെയാണ്, ഇലകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ആവശ്യക്കാരും ഡിമാൻഡ് ഉണ്ടാകുമ്പോഴല്ലേ റോബിൻജി ഏത് സാധനത്തിനും. അപ്പോൾ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ അത് നിയമപരമായും ആരോഗ്യം സൂക്ഷിച്ചുകൊണ്ടും നിയന്ത്രിച്ചും വിൽക്കാൻ ആ രാജ്യം ശ്രമിക്കണം. പണ്ട് എന്തായിരുന്നു വെച്ചാൽ ഇത് അവിടെ നിരോധിക്കണം. അമേരിക്ക ആദ്യം സ്വീകരിച്ച നയം അതാണ്. അമേരിക്ക സ്വീകരിച്ച ആദ്യത്തെ നയം അതാണ്, ഇവരോട് സ്വീകരിച്ച നയം. സ്പെയിനിൽ നിന്ന് ഈ നീണ്ട പോരാട്ടത്തിൻ്റെ കാലം കഴിഞ്ഞിട്ട് 1810 വരെയോ മറ്റോ സ്പെയിനിൻ്റെ കോളനിയാണ്. അതിനുശേഷമാണ് അവർ അതിജീവനം പഠിക്കുന്നത്. സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ അവർ അടിയാണ്, നിരന്തരമായ പോരാട്ടമാണ്. അവർ രണ്ട് കൂട്ടർ തമ്മിൽ ആഭ്യന്തര കലാപത്തിന്റെ, സിവിൽ വാറിന്റെ ഒരു വല്ലാത്ത നാടാണല്ലോ കൊളംബിയ. അപ്പോൾ അവിടുന്നാണ് അവർ കരുത്താർജിച്ചത്. അപ്പോൾ അതിന്റെ എല്ലാ ദോഷങ്ങളും അനുഭവിച്ച ഒരാൾ, എന്നും ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ച നാടാണ് കൊളംബിയ. അപ്പോൾ കൊളംബിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെ ഒരു രാജ്യത്തിന് രക്ഷപ്പെടാനുണ്ടായിരുന്നത് അവരുടെ മണ്ണിൽ ആകെ വിളയുന്ന ഈ സാധനമാണ്, കൊക്കോ ആണ്. അപ്പോൾ അമേരിക്ക എടുത്തൊരു നയം എന്താ വെച്ചാൽ, ഇടക്കാലത്ത് അമേരിക്ക കൊളംബിയ നന്നാക്കാൻ തീരുമാനിച്ചു. സത്യത്തിൽ ഇത് കൊളംബിയ നന്നാക്കാനല്ല, അതിന് ആളുകൾ യഥാർത്ഥ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് അവിടെ ഇത് നിരോധിക്കുക, സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുക, എന്നിട്ട് ഇത് അമേരിക്കയിലേക്ക് സ്വകാര്യമായിട്ട് കടത്തുക, അവിടെ കച്ചവടം നടത്തുക. എന്നുവെച്ചാൽ ആ കാർട്ടലിന്റെ പുറകിൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ അജണ്ട ഉണ്ട്. ഏതാ ഇല്ലാത്തത്? അമേരിക്കൻ അജണ്ട ഇല്ലേ? ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഈ താലിബാനെ പറഞ്ഞയച്ചപ്പോൾ എന്തായിരുന്നു അജണ്ട? അഫ്ഗാൻ മലമടക്കുകളിൽ വളരെ ഏറ്റവും സമർത്ഥമായിട്ട് ഹീറോയിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. അങ്ങോട്ട് തോക്ക് കൊടുക്കും, ഇങ്ങോട്ട് ഹീറോയിൻ കടത്തും. സ്വന്തം നാട്ടിൽ ജനം പിന്നെ ഈ കൾച്ചറൽ അത് അവർക്കൊരു ഇഷ്യൂ അല്ലല്ലോ, അങ്ങനെ ഒരു ഇഷ്യൂവേ അല്ല അവർക്ക്. ഇവിടെ ഇപ്പം ഈ ഒരു പേരും പറഞ്ഞിട്ട് തുടങ്ങിയ അദ്ദേഹം ട്രംപ് വിളിച്ച ഡ്രഗ് ലോഡ് എന്നാണ് പെട്രോയ് വിളിച്ചത്. ഗുസ്താവ്, അവിടെയാണ് തുടക്കം. ഒന്ന് ആലോചിച്ചു, ഇയാൾ അധികാരത്തിൽ വന്നത് എന്നാ 3 കൊല്ലം മുമ്പ്, 2022 അവിടെ പെട്രോ വന്നത്. അപ്പോൾ ഈ 2022 വന്ന പെട്രോ എന്നാണ് കൊളംബിയ ഉള്ളത്, അന്ന് മുതൽ അവിടെ കൊക്കൈൻ ഉണ്ട്. ഇപ്പോ ഇയാൾക്ക് മാത്രം എങ്ങനെ ലോഡിന്റെ പേര് വരാം? ഇവരുടെ കൂടെ നിന്ന് അമേരിക്ക പറഞ്ഞിടത്തൊക്കെ വാളും എടുത്തു പോയി യുദ്ധം ചെയ്തു കൊടുത്തു. അമേരിക്ക പറഞ്ഞിടത്ത് നിന്ന് റാൻമൂളി നിന്നു. അമേരിക്ക പറഞ്ഞപ്പോൾ അവിടുത്തെ മുഴുവൻ ഈ കൊക്കൈൻ കാർഡുകളും കത്തിച്ചു കളഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ള പ്രസിഡന്റുമാരുണ്ട്. അപ്പൊ അവരൊന്നും ലോഡല്ല. ഇപ്പൊ ഇദ്ദേഹം ലോഡാകുന്ന എപ്പോഴാണ്? അമേരിക്കയോടൊന്ന് പുറംതിരിഞ്ഞു വന്നു. അമേരിക്കയോട് പറയും നടപ്പില്ല, ഞങ്ങളുടെ രാജ്യത്ത് ഏത് ചെടി വളരുന്നുവോ അതിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും എങ്ങനെ വിപണനം ചെയ്യണമെന്നും ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നം നിങ്ങൾ എന്തിനാണ്? നിങ്ങളെക്കാൾ വലിയ കൺസേൺ ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾക്കല്ലേ വേണ്ടത്. ഞങ്ങൾ 2 കാര്യം ശ്രദ്ധിക്കും. ഒന്ന്, കൊക്കൈൻ സംസ്കരിച്ചിട്ട് ഞങ്ങളുടെ കർഷകർ, ഒന്ന് കൊക്കൈൻ കൊണ്ട് ജീവിക്കുന്ന കർഷകരെ പട്ടിണിക്കിടാൻ ഞങ്ങൾ തയ്യാറല്ല. കൊക്കൈൻ സംസ്കരിച്ചിട്ട് ആരോഗ്യത്തെ ബാധിക്കാത്ത തരത്തിൽ അത് വിപണനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകും
രണ്ടാമത്തെ കാര്യം പറഞ്ഞ അതാണ്. ഈ മൂന്നാമത്തെ കാര്യം, ഇത് പരിസ്ഥിതിക്ക് ദോഷമുണ്ട്. ഇത് കത്തിക്കൽ അതിനേക്കാളും വലിയ അപകടമാണ്. കത്തിച്ചിട്ട് പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്നതിനേക്കാൾ ഞങ്ങൾക്കത് സമർത്ഥമായിട്ട് മാനേജ് ചെയ്യാൻ അതേ അവസ്ഥയാണ്. അപ്പോൾ അമേരിക്കയോട് പറഞ്ഞു, ഇറ്റ്സ് നൺ ഓഫ് യുവർ കൺസേൺ, ഞങ്ങൾ ചെയ്തോളാം എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് കുഴപ്പം. അന്ന് മുതൽ തുടങ്ങിയതായി ഈ പറഞ്ഞ ഡ്രഗ് ലോ. ഭാഷ ഞങ്ങളുടെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു. അമേരിക്കയുടെ നിയമങ്ങളെ അദ്ദേഹം എങ്ങനെ വെല്ലുവിളിക്കുക? പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇപ്പോ എന്തായി, അമേരിക്കയിലേക്ക് ഒളിച്ചു കടത്തിയിരുന്ന കൊക്കൈൻ ഇപ്പോ കൊളംബിയൻ ഗവൺമെന്റിന്റെ അനുവാദത്തോടെ തന്നെ കടത്താൻ ആളുണ്ട്. ലീഗൽ ബിസിനസ് ആക്കി മാറ്റിയവര്. അപ്പൊ കടത്തിക്കൊണ്ട് പോകുമ്പോ എന്താവും, ന്യായമായ അതിന്റെ വിഹിതം. അത് രസം എന്ന് വെച്ചാൽ ബാങ്കിങ് സിസ്റ്റം വരെ ഓപ്പൺ ആണ്. ലീഗലായിട്ട് അതിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ ബാങ്കിങ്. ഞാൻ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ലോകത്തില് ഒന്ന് ആലോചിച്ച് നോക്കൂ റോബിൻജി, ഇവരിപ്പോ പറയുന്നുണ്ടല്ലോ ഈ മദ്യം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ സദാചാരവാദികൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. മദ്യം ഒരു ദിവസം കൊണ്ട് പൊടുന്നനെ ഉണ്ടായ ഒരു സാധനമല്ലല്ലോ, ലോകത്തോടൊപ്പം ഉണ്ട് മദ്യം. പിന്നെ മദ്യപിച്ചിരുന്ന ആരാണ്? മദ്യപിച്ചിരുന്നത് നമ്മൾ ഈ നാട്ടിലെ സംസ്കാരശൂന്യരായ മനുഷ്യരൊന്നും അല്ലല്ലോ. തെരുവിൽ തല്ലുകൂടുന്നവരും അവിടെ വീണ് കിടക്കുന്നവരും അവിടെ വാള് വെക്കുന്നവരൊന്നും അല്ല. അവർ കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഭൂമിയിലെ ജീനിയസുകളും ഭൂമിയിലെ മഹാരാജാക്കന്മാരും മഹാപണ്ഡിതന്മാരും ഒക്കെ മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ട്, അതിനെ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് മദ്യത്തിനായാലും മയക്കുമരുന്നിനായാലും അതിനെ ആരോഗ്യം അറിഞ്ഞ് പ്രകൃതിയെയും പ്രകൃതത്തെയും അറിഞ്ഞെന്നാണ് പറയുക. പ്രകൃതം എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയുക, നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതേ നമ്മൾ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഭൂമിയിൽ ഉപയോഗിച്ചുകൊണ്ടേ ഇരുന്ന സാധനമാണല്ലോ മയക്കുമരുന്ന്. അപ്പോൾ അതിനെ വളരെ നിയന്ത്രിച്ചും ശാസ്ത്രീയമായും ആരോഗ്യപരമായും വിനിയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇയാൾ ചെയ്യുന്ന കുറ്റം. ആര്? ഈ പെഡ്രോ. അപ്പോ ഗുസ്താവോ പെഡ്രോ. വാർ ഓൺ ഡ്രഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് അമേരിക്ക നിൽക്കുന്നത്. വാർ ഓൺ ഡ്രഗ് നടപ്പുള്ള കാര്യമല്ല അമേരിക്ക. ഇദ്ദേഹം ഇപ്പോ ഈ വാർ ഓൺ ഡ്രഗ് ഇവർ പ്രഖ്യാപിച്ചിട്ട് കുറെ കാലമായി കേട്ടോ, കുറെ കാലം. അവരുടെ കർഷകരുടെയും അവിടുത്തെ ഉൽപാദന ഒരു വിപണന ശൃംഖലയെല്ലാം തകർക്കുന്ന ഒരു പരിപാടിയായിരിക്കും അത്. 90-ൽ ആരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്? എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 90-ലാണ് ഇവർ തുടങ്ങിയത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പതുക്കെ കൊതറാൻ തുടങ്ങി. ഇനി കൊതറയാനുള്ള കുഴപ്പം എന്താണെന്നറിയോ? കൊളംബിയ ഇവരുടെ പോക്കറ്റിൽ എന്നും നിന്നൊരു രാജ്യമാണ്. മുതലാളിത്ത രാജ്യം എന്നല്ലാതെ കൊളംബിയ ആരും വിളിച്ചിട്ടില്ല. 70 വർഷം അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നു. എന്താ കാരണം? അപ്പുറത്തെ രാജ്യങ്ങളൊക്കെ ഇവർ കണ്ടുപഠിച്ചു. ഇവർ ക്യൂബയെ കണ്ടു, ഇവർ വെനിസുലയെ കണ്ടു. മാത്രം ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ മാത്രമല്ല പുതിയ ഉണർവുണ്ടായല്ലോ അവിടെ. തൊട്ടപ്പുറത്ത് ബ്രസീലുണ്ട്. ബ്രസീൽ സമ്പന്നമായ രാജ്യമായി എന്ന് മാത്രമല്ല, ബ്രസീൽ ബ്രിക്സിൽ വന്നു. ബ്രസീൽ ലോകരാജ്യങ്ങളുണ്ട്. ചൈനയുടെ ഇന്ത്യയുടെ ഒക്കെ അടുത്ത സൗഹൃദം ഉയർന്നു വരുന്നു. അപ്പോൾ ഈ അമേരിക്കയുടെ അടിമയായി കഴിയുന്നതിനേക്കാൾ മറ്റു മാർഗങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. സത്യത്തിൽ ഈ ഡ്രഗ് ലോഡ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയതിന്റെ പിന്നിൽ യഥാർത്ഥ കാരണം എന്താ? യഥാർത്ഥ കാരണം ഈ കൊളംബിയ കൊതറിപ്പോകുന്നു എന്ന തോന്നലാണ്. അത് ട്രംപിന് വലിയ തോതിലുണ്ട്. അതിന് ട്രംപ് ഇപ്പോൾ പറയുന്ന നിലവിളിയാണ് ഡ്രഗ് ലോഡാണ്. കൊളംബിയ ഒപ്പം ബ്രസീലും ചിലിയും ബൊളീവിയ പോലുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള രാജ്യങ്ങളുമായി പക്ഷം ചേരാനും സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ആ വഴിയിൽ സഞ്ചരിച്ച രാജ്യങ്ങൾ അവിടെ ഉണ്ട്. തൊട്ടപ്പുറത്തൊരു ഐലൻഡ് ആണെങ്കിലും ക്യൂബയുണ്ട്. ഇവരോട് തന്നെ ചേർന്ന് കിടക്കുന്ന വെനിസുലയുണ്ട്, ചിലിയുണ്ട്, പനാമ എന്ന രാജ്യമുണ്ട്. പനാമയുടെ പ്രശ്നം എന്താ വെച്ചാൽ പനാമ വളരെ തന്ത്രപ്രധാനമാണ്. പനാമ കനാൽ ഉണ്ടല്ലോ, ആ കനാലിന് അതിന്റെയൊക്കെ ചുരുക്കുണ്ട് ഇവർക്ക്. പനാമ സത്യത്തിൽ ഇവരുടെ ഒന്നിച്ചു നിന്ന രാജ്യമാണ്. ഇവരുടെ ഭാഗമായിരുന്നല്ലോ, കൊളംബിയയുടെ ഭാഗമായിരുന്നു. പനാമ കനാൽ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായി. എന്നിട്ട് പനാമ ഇവരെ കൂടെ നിർത്തി. അപ്പോഴും എന്ത് ചെയ്തെന്നറിയോ? അപ്പോഴും ഇവർ വലിയ വില വാങ്ങി. 2.5 കോടി, എൻ്റെ ഓർമ്മ $2.5 കോടി എങ്ങാണ് അന്ന് അമേരിക്കയോട് മൂക്ക് വരപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. $2.5 കോടി പ്രതിഫലം കോമ്പൻസേഷൻ വാങ്ങിയിട്ടാണ് പനാമ വിട്ടുകൊടുത്തത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ രാജ്യമാണ്. അവരോട് കളിച്ചാൽ എളുപ്പമല്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇതിൽ നമ്മൾ കൂടെ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ അവർക്ക് ഇപ്പോൾ അമേരിക്ക അവരെ എന്ത് ഭീഷണിപ്പെടുത്തിയാലും പെഡ്രോക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അധികാരത്തിൽ വന്നത്. 2023 ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ ഞാൻ കണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മാത്രമല്ല, അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ. അമേരിക്ക ലോകത്തിലെ ലോക പോലീസ് ആയ അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് 2023. മാത്രമല്ല ഇതിന് വലിയ സ്വീകാര്യതയുണ്ട്. ഇപ്പൊ ഈ മാസത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്താ? ലേറ്റസ്റ്റ് ന്യൂസ് പെഡ്രോക്ക് അനുകൂലമായി വലിയ അമേരിക്കക്കെതിരായി യുദ്ധം ചെയ്യുന്ന പെഡ്രോക്ക് അനുകൂലമായി ഈ കൊളംബിയ മുഴുവൻ തെരുവിലാണ്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയമായിട്ടും വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ, ഈ
നേർക്കുനേരെയുള്ള ബിസിനസ് തന്നെയും ഇവരുടെ ഏറ്റവും നല്ല ഗുണഭോക്താക്കളുള്ളത് അമേരിക്കയിലാണ്. അതെ അതെ അതുകൊണ്ടെന്ന് വെച്ചാൽ 40 അവർ പറയുന്നൊരു കണക്കുണ്ടല്ലോ, 40 വരുമാനം ഇവിടുന്നാണ്. $40 ബില്യൺ അമേരിക്കയിൽ നിന്നാണ്. അതെ, $40 ബില്യൺ ഒരൊറ്റ കൊല്ലം അവരുടെ കയറ്റുമതിയിലൂടെ കിട്ടുന്നുണ്ട്. അത് നിർത്തിയാൽ, അത് അമേരിക്ക നിർത്തിയാൽ, അതിൽ കാപ്പിയും കൊക്കോ ഉൽപ്പന്നങ്ങളും എണ്ണ, പൂക്കൾ തുടങ്ങിയൊക്കെ ഉണ്ട്. കൊക്കൈനാണ് മെയിൻ. കാപ്പിയുണ്ട്, എണ്ണയുണ്ട്, എല്ലാം കൂടെ 40 ബില്യൺ. പൂക്കളുണ്ട്. ഈ പൂക്കള് നമ്മുടെ പൂവല്ല കേട്ടോ, അത്തപ്പൂക്കൾ ഇടാനുള്ള പൂക്കളല്ല, എണ്ണപ്പൂക്കളാണ്. അത് ഏറ്റവും സൂര്യകാന്തി പോലെയുള്ള പൂക്കളാണ്. അപ്പോൾ അതൊക്കെ ബാധിക്കും സാമ്പത്തികമായിട്ട്. തീർച്ചയായിട്ടും കൊളംബിയ എന്തായാലും താരിഫ് ഭീഷണിയാണ് എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് എത്ര കാലം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താരിഫ്. ഇന്ന് ആലോചിച്ച് നോക്കൂ. ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് ചെന്നില്ലെങ്കിൽ അമേരിക്കയും ബാധിക്കും. ഉറപ്പല്ലേ? അമേരിക്ക ഇത് ഇപ്പൊ കിട്ടുന്നത് അവർക്ക് ടാക്സ് എങ്കിലും കിട്ടുന്നുണ്ട്. ഇത് അപ്പുറത്തെ ഇവർക്കൊരു ജസ്റ്റ് ഒരു ബോട്ട് എടുത്ത് പോയാൽ വാങ്ങിച്ചു അടുത്താണ്. അതാണ് അമേരിക്കക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തില് കരിഞ്ചന്ത വരും. പുതിയ എതിർ ശബ്ദങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഉരുണ്ടുകൂടുന്നു, സഖ്യം ചേരുന്നു. ട്രംപിന് തൊട്ട് മൂക്കിന് കീഴിൽ ഉറക്കം കെടുന്ന രാത്രികളൊക്കെ സമ്മാനിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്ക ഒരു എതിർചേരിയായിട്ട് ഉയരുകയാണ് അല്ലെ? അതെ. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത്. അമേരിക്ക ചെയ്ത പണി ഇവർക്കും ഭീഷണിയായിരുന്നു. അമേരിക്ക ഈ ഡ്രഗ് മാഫിയെ നിയന്ത്രിക്കാൻ വേണ്ടി 90s ഇത് തുടങ്ങിയല്ലോ, പ്ലാൻ കൊളംബിയ. ഒന്ന് ആലോചിച്ചു, പ്ലാൻ കൊളംബിയ എന്ന് പറഞ്ഞൊരു പദ്ധതി അമേരിക്കൻ ഗവൺമെന്റ് തുടങ്ങുക. എന്താ പ്ലാൻ കൊളംബിയയിലെ പദ്ധതി? കൊളംബിയയെ ഈ ഡ്രഗ് വെച്ചാല് മയക്കുമരുന്നില്ലാത്ത നാടാക്കി മാറ്റുക. അത് അവരുടെ അജണ്ടയല്ലല്ലോ, ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അതിനു വേണ്ടി ചെയ്യുന്നത് അതിന്റെ കൂടെയാണ്. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ കാരണം എന്താ വെച്ചാൽ കൊളംബിയയിൽ ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്നത് ഈ ഡ്രഗ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആഭ്യന്തര കലാപം ഇല്ലാതാക്കാൻ വേണ്ടി പിന്നെ ഉപദേശം കൊടുക്കുക മാത്രമല്ല, സൈനിക പരിശീലനം എന്ന് വെച്ചാൽ അമേരിക്കയുടെ മിലിറ്ററി പ്ലാൻ കൂടി നടപ്പാക്കാൻ. കൊളംബിയൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് സ്പെയിൻ സ്വന്തമാക്കി വെച്ചിരുന്ന കൊളംബിയയെ തിരിച്ച് അവർക്ക് സ്വന്തമാക്കാനുള്ള പണിയാണ് നടത്തിയത്. അത് തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. ഇതാണ് പ്ലാൻ കൊളംബിയ. അതെ. ഏതായാലും ഇപ്പൊ ചർച്ച നടക്കുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ ആകെ ഇപ്പോൾ ഉള്ള ഈ നടു ഒടിഞ്ഞാൽ പിന്നെ ഇയാൾ കയ്യിൽ ആകെ പറയാനുള്ളത് ഈ താരിഫ് എന്നാണല്ലോ. അത് അയാളുടെ തന്നെ, അമേരിക്കയുടെ തന്നെ അന്തകവിത്താണ് ഈ സാധനം, ഈ താരിഫ്. അതുകൊണ്ട് ഇപ്പോൾ UN ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ OAS ഉണ്ടല്ലോ, അത് പണ്ടേ ഉള്ളൊരു മൂവ്മെന്റ് ആണ്, ചത്ത് കിടക്കുകയായിരുന്നു. ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്ക മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയും സൗത്ത് അമേരിക്കയും നോർത്തും ചേർന്നുകൊണ്ടുള്ള അമേരിക്കൻ കൺട്രീസ്. അത് അത്ര ആക്റ്റീവ് ഒന്നുമല്ല. അതെന്തുകൊണ്ട് ആക്റ്റീവ് അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് തൊട്ട അയൽപക്കത്തുള്ള കാനഡയാണ്. അമേരിക്ക ശത്രു രാജ്യമാണ്. അതുകൊണ്ട് അവരിപ്പോൾ സഖ്യം, അപ്പോൾ അവർ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. OASന്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. OAS ഇടപെടലുണ്ടാവുമ്പോൾ മിക്കവാറും അത് അമേരിക്കയ്ക്ക് എതിരായിരിക്കും. ഇപ്പോൾ പഴയ OAS അല്ല, അതുപോലെയാണ്. അപ്പോൾ പിന്നെ പഴയ UN എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UN ചത്തതിന് തുല്യമാണ്. ഇപ്പോൾ UN ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ഏതായാലും ഇതിന് ദേശീയ പരിഹാരം ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൊളംബിയ ഡ്രഗിനെ അവരുടെ രാഷ്ട്രത്തിന് അനുകൂലമായ മട്ടിൽ മാറ്റിക്കൊണ്ട് അവിടുത്തെ കർഷകരുടെയും അവിടുത്തെ പരിസ്ഥിതിയുടെയും പ്രവർത്തിക്കുകയാണ്. അതിനെ ആർക്ക് എതിർക്കാൻ പറ്റും? UN എതിർക്കാൻ പറ്റും? OASന് എതിർക്കാൻ പറ്റുമോ? പറ്റില്ല. അമേരിക്ക പറയുന്നത് ഏകപക്ഷീയമായി ഡ്രഗ് വാറ് പ്രഖ്യാപിക്കുകയാണ്. ഇവിടുത്തെ കൊളംബിയയിലെ ഡ്രഗ് അമേരിക്കയിൽ ഈ സാധനം യൂട്ടിലൈസ് ചെയ്യുന്നതിന് വല്ല വിലക്കുണ്ടോ? അമേരിക്കയിൽ ഏത് മയക്കുമരുന്ന് നിരോധിച്ചത്? ലോകത്തിൽ ഒരു ഡ്രഗും നിരോധിക്കാത്തൊരു രാജ്യമാണ് അമേരിക്ക. അത് ചെയ്യാത്ത ഇയാളാണ് കൊളംബിയക്കാർ ഡ്രഗ് അടിച്ച് നശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പരിഹാസ്യമാണ്. എന്തായാലും നിലനിൽക്കുന്ന ഒരു സംഗതി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് അടിയന്തരമായിട്ട് ഈ ചർച്ചയിലൂടെ തന്നെ പരിഹാരം ഉണ്ടാവാനാണ് സാധ്യത. പിന്നെ ഇതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, കൊളംബിയയെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ ഈ കൂട്ടായ്മ ശക്തിപ്പെടാതിരിക്കാനെ. ഒന്ന് കൊളംബിയ പോയിട്ട് ഇപ്പുറത്തെ ഈ വെനിസുലൻ കമ്പനി ചേരരുത്. അങ്ങനെ സംഭവിക്കുമോ? ഇങ്ങനെ പേടിപ്പിക്കാൻ നിന്നാൽ അയാൾ അല്ല, മാത്രമല്ല ബ്രസീൽ ഉൾപ്പെടെ, ബ്രസീലുണ്ട്, അപ്പുറത്ത് മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട്. ABC രാജ്യങ്ങൾ ഇത് വേറൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് സൈലന്റായി നിൽക്കുന്ന ഒരു രാജ്യമുണ്ട് ഇപ്പോഴും, അത് അർജന്റീനയാണ്. അവർക്ക് ഫുട്ബോൾ കളിച്ച് കാശുണ്ടാക്കുക എന്നുള്ള ഒരു അജണ്ടയുള്ളൂ. പക്ഷേ അവരുടെ പൊളിറ്റിക്സ് എങ്ങാനും പുറത്തെടുത്താൽ, ഇപ്പൊ ABC രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അർജന്റീനയും ബ്രസീലും ചിലിയുമാണ്. ബ്രസീലും ചിലിയും ഇപ്പൊ ശക്തമായിട്ട് അമേരിക്കയ്ക്ക് എതിരാണ്. അർജന്റീന കൂടി എതിരായാൽ കക്ഷി ചേർന്നാൽ കളി മാറി, വിവരം അറിയും. അതുപോലെ ഇപ്പൊ അതിൽ അവിടെ ഉറുഗ്വേ ഉണ്ട്, പെറു ഉണ്ട്, കുറെ രാജ്യങ്ങളുണ്ടല്ലോ. പോരാട്ടവീര്യങ്ങളുടെ മണ്ണാണ് നോർത്ത്. അതാണ് ഈ സാധനം ഉണ്ടല്ലോ, ഈ നമ്മുടെ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ലാറ്റിൻ അമേരിക്ക ശക്തിപ്പെട്ടാൽ ഒന്നാമത് ലാറ്റിൻ അമേരിക്കക്ക് കൾച്ചർ ഉണ്ട്. നമ്മൾ നേരത്തെ സാധാരണ നമ്മൾ പറയുന്ന വിഷയം, അമേരിക്ക ഈസ് ആക്ച്വലി
സൗത്താണ്, നോർത്തല്ല. അതെ. ഈ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് ഇവര് പെട്ടെന്നുണ്ടായ ഒരു ബൂമിലും ബൂസ്റ്റിലും അതെ. കാണിക്കുന്ന ഒരു ഷോ ആണ്. സൗത്ത് അമേരിക്കയാണ് പവർഫുൾ. സൗത്ത് അമേരിക്കയാണ് നിങ്ങൾ കൾച്ചറിൽ എടുത്ത് നോക്കി, സ്പോർട്സിൽ എടുത്ത് നോക്കൂ, എല്ലാത്തിലും ഫൈറ്റിൽ എടുത്ത് നോക്കൂ, പോരാട്ടത്തിലും എല്ലാറ്റിലും. ഈ പോരാട്ടത്തിലേക്ക് അത് നീങ്ങിയാൽ ട്രംപ് പിടിച്ചു നിൽക്കാൻ കുറച്ച് പാടായിരിക്കും. യെസ്, സംഭവിക്കാൻ പോകുന്നത് ഒരു അമേരിക്കൻ വാറാണ്. അതായത് സൗത്ത് വേഴ്സസ് നോർത്ത് അതായിരിക്കും സംഭവിക്കുക. കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.